ഒരു സിനിമയൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? സിനിമ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സിനിമ എന്ന് പറഞ്ഞൊരു ഗ്ലാമറസ് വേൾഡ് തന്നെയാണ്. അപ്പോൾ അതൊരു സ്വപ്ന ലോകമാണ്. അതെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, എത്തിപ്പെടാൻ പറ്റത്തില്ല. എനിക്കും അങ്ങനെ ഒരു ഭയങ്കര പാഷനൊന്നുമില്ല. സിനിമ കാണാറുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ഒരു സിനിമ ഉണ്ടായി ചിന്തിക്കാറുണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മടക്കി വെച്ചു. നമ്മുടെ തൊഴിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ല, കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ കലയും കൺസ്ട്രക്ഷനുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഞാനതങ്ങ് മടക്കി വെച്ചു. പിന്നെ എനിക്ക് കിട്ടിയ റോള് പ്രൊഡ്യൂസർ എന്ന റോളാണ്. ആ റോളിലോട്ട് എൻ്റർ ചെയ്തു. അങ്ങനെ പോകുന്നു. ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡ്സ്. ഒരു സിനിമ കൊണ്ട് നിർത്തണ്ടാണ് പുറത്തു. നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ പറ്റി ഈ സിനിമയിലൂടെ. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ പാഠങ്ങൾ പഠിക്കാൻ പറ്റി. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി വരെ ആയി, അവിടെ വരെ എത്തി. പുതിയ പാഠമൊന്നും പഠിക്കാനില്ല. ഒന്നാം പാഠമല്ല, നേരെ യൂണിവേഴ്സിറ്റി. ഇനി എക്സാം എഴുതി വെച്ചാണ്. ഇനി 9ാം തീയതി പ്രേക്ഷകർ കണ്ടിട്ട് എക്സാം വിജയിച്ചു. പഠിക്കാനും പരീക്ഷ എഴുതാനും എനിക്ക് വയ്യ. പറ്റില്ല. എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു നേരത്തെ ഒരു സിനിമ ചെയ്യുന്നു, പിന്നീട് ഇദ്ദേഹമായിട്ട് ഇദ്ദേഹം ഇതിനകത്ത് പ്രൊഡ്യൂസറായി മാറുന്നു. ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നാണ് ഒരാളെ കൊണ്ടുവന്നത്. ദീപു എന്ന സിനിമയിൽ തന്നെയാണ്, സിനിമയിലായിട്ട് നിൽക്കുക. അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ ദീപു എന്നൊരു ഡയറക്ടറിന് നിങ്ങളുള്ള സൗഹൃദത്തിൽ വരെ വിള്ളലുണ്ടാകുന്ന നിലയിലേക്ക് ഈ സംഭവം എത്തിച്ചായിരുന്നു. എനിക്ക് തോന്നിയത് പേഴ്സണലി, ഞാൻ ഇതിൻ്റെ വാർത്തകളൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ എത്തുന്ന നിലയിലേക്ക് എത്തിയായിരുന്നു. പക്ഷെ അതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേദന ഉണ്ടായിട്ടുണ്ടാവും. രണ്ടുപേർക്കും നമ്മളായിട്ട് ഒരാൾ വരുന്നു, നിങ്ങളെ ഒരു വിശ്വസിക്കുന്നു, ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു. ആ ഒരു വേദന ദീപു എങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് ഷെയർ ചെയ്തത്? അല്ല, പ്രകാശൻ ഞാനുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ഈ പറയുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലായിരുന്നു. അത് ആദ്യം മൂലം അങ്ങനെയാണ്. പക്ഷേ തീരുമാനങ്ങളിൽ ഇപ്പോൾ ഞാൻ അനശ്വര വിഷയത്തിൽ ഞാനൊരു പ്രസ്താവനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രകാശനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഞങ്ങൾ പ്രസ്താവനയ്ക്ക് പോവുകയാണ്. പക്ഷേ അതിന് പ്രകാശിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതൊരിക്കലും എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഞാനെന്ന ഡയറക്ടർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും എനിക്ക് കാരണം ഈ സിനിമ പ്രകാശ് പറഞ്ഞ പോലെ കൺസ്ട്രക്ഷനിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി ഷോൾഡർ ചെയ്തത് ഞാനാണ്. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളുമാണ്. അപ്പം പ്രകാശിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ആ രീതിയിലേക്ക് എനിക്ക് തിയേറ്ററിൽ അല്ലെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരവസ്ഥയിൽ നിന്നാണ് പല വിവാദങ്ങളും വരുന്നത്, മനസ്സിലായില്ലേ? കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നെ സഹായിക്കാൻ വന്നൊരു പ്രൊഡ്യൂസറാണെന്നുള്ളൂ. പ്രൊഡ്യൂസർ എന്നും മലയാള സിനിമയ്ക്ക് ഒരു ആവശ്യമാണ്. പ്രൊഡ്യൂസറില്ല ഒന്നും നടക്കത്തില്ല, മനസ്സിലായില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഞാനിപ്പം ഇന്നലെ നമ്മുടെ ഈ സിനിമയുടെ പ്രൊപ്പോഷൻ ഭയങ്കര വീക്കാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെൻ്റെ അടുത്ത് വന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസറിന് അറിയാം ഒരു സിനിമ എങ്ങനെ സെല്ല് ചെയ്യണം. അയാളുടെ ബേബിയാണ്, അയാൾക്ക് അറിയാം എനിക്ക് ഇത്ര ചിലവാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടറോ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഡയറക്ടറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജോലി പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്ത് ആ പടം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും അതിനുവേണ്ടിയുള്ള പ്രൊമോഷൻ മെറ്റീരിയൽസും ക്രിയേറ്റീവ്സും ആളായിട്ടും എല്ലാം സഹായിക്കും. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പല പ്രാവശ്യം പ്രകാശിന് ഇതല്ലാത്ത പേഴ്സണൽ റീസൺ കൊണ്ട് ഈ സിനിമ നിർത്തിയിട്ട് പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സിനിമയാണിത്. എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഏറ്റവും ചെറിയ സിനിമ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയില്ല കേട്ടോ. സമയദോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന സമയം ഇതിൽ എന്തുകൊണ്ടോ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ വിശ്വാസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ വർക്കൗട്ടാവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ വിഷമങ്ങൾ പ്രൊഡ്യൂസറും ഡയറക്ടറും എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടിനും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും ഈ സിനിമയിൽ അവസാനം ഒരു നിർമ്മാതാവും സംവിധായകനും മാത്രമേ ഉള്ളൂ. അതാണ് വാസ്തവം. കാരണം സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പേഴ്സണലല്ല, പ്രകാശിൻ്റെ പേഴ്സണൽ ലൈഫല്ല എന്നെ ബാധിക്കുന്നത്. എന്നെ സംബന്ധിക്കുന്നത് ഈ സിനിമയാണ്. എത്ര ചെറിയ സിനിമ എന്തായിരുന്നാലും നമ്മൾ റിലീസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാണ്. പ്രകാശിനെ സംബന്ധിച്ച് പ്രകാശ് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. അപ്പോൾ ഈ രണ്ട് പേരും കാലം വലുതായിട്ട് ആർക്കും ഈ സിനിമയ്ക്കകത്ത് വലിയൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല ഒരിക്കലും. അത് 100%. ഈ നമ്മളിത് പറയില്ല, നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതാണ് ശരിക്കും വാസ്തവം. ബാക്കി കാണുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്നിരുന്നൊരു വലിയ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് റിയാലിറ്റി ആണോ എന്ന് ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും മാത്രമേ കാണത്തുള്ളൂ അവസാനം വരെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.